ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ SP Tech. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ ബീഡ് ഓയിലാണ്, താടി വളരെ. അപ്പോൾ നേരെ അതിൻ്റെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഓയിലിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമുക്ക് ആയുർവേദ കടകളിൽ മേടിക്കാം. ഞാനൊരു 50 മില്ലിയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തുല്യമായ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, അതും 50 മില്ലി തന്നെ എടുക്കുക. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് വിറ്റാമിൻ E ടാബ്ലറ്റ്സ്, അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ല നമ്മുടെ പറമ്പിലുണ്ടാകുന്ന, അല്ല നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന കൃഷി സ്ഥലത്തിലെ കറിവേപ്പില. ഇതാണ് മെയിൻ സാധനം. കറിവേപ്പില എന്തോരം ഇടാകുമ്പോൾ അത്രയും ഇടുന്നതന്നെ ഇടണം. കാരണം അതിൻ്റെ ഒരു ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഈ ആവണക്കെണ്ണ മിക്സ് ആക്കി നമ്മുടെ സാധനം ആവുന്നത്. അപ്പം നമുക്ക് നേരെ അത് കുക്കിങ്ങിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ചീനച്ചട്ടിയിൽ നിന്ന് നേരെ അരിച്ചത് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 50 മില്ലി എടുത്തുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ. ഒരു 100 മില്ലി കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇത്ര കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 50 മില്ലിയാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ, നമുക്ക് എവിടെയൊക്കെ തേക്കാനുണ്ടോ അത്രയും കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് ഈ വിറ്റാമിൻ E ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഗുളിക ഉണ്ടല്ലോ, ഇതങ്ങ് പൊട്ടിച്ചൊഴിക്കുക കയ്യിലോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി ഒരു പരിവായി കഴിയുമ്പം ഇച്ചിരി തിക്കാവും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഇച്ചിരി ജെല്ലാണ്, ഇച്ചിരി തിക്കായിട്ടുള്ള ജെല്ലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ തേച്ച് കൊടുത്താൽ മതി. ഇത്രയുള്ള കാര്യങ്ങൾ. ഇനി ഇത് എപ്പോഴാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കില്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുഖം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാം.
വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തേക്കുക. കുളിക്കാനാവുമ്പോൾ കളഞ്ഞാൽ മതി. ഇത് അപ്പത്തേനും അവിടെ ഇവിടെ തട്ടിയൊക്കെ അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അത് കാര്യമാക്കണ്ട. നമ്മൾ കുളിക്കാനാവുമ്പം നല്ല തണുത്ത വെള്ളത്തിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അധികം സോപ്പോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഷേവ് ചെയ്യുന്നുണ്ട് ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാം. ഷേവ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം താടിയിൽ പിടിച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് തേക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒലിച്ചിറങ്ങാതിരിക്കാൻ ചാൻസ് അത് തന്നെയാണ്. അപ്പോൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തേക്കാം. അപ്പോൾ യൂസിങ് പ്രോസസ്സ് ഇതാണ്. ഇത് ഇച്ചിരി എടുക്കുക, അതുകൊണ്ട് ഇത് പൊട്ടിച്ച് കുടിക്കുക. വിറ്റാമിൻ E1 ടാബ്ലറ്റ്സ് എന്ന് പറയാം ഇതിൻ്റെ നെയിം. ഒരു പച്ച ഗുളിക കേട്ടോ. ഇതുപോലെ വേറെ ഏതൊക്കെ ഗുളികയൊക്കെ ഉണ്ട്, അതൊന്നും നോക്കി മേടിച്ചേക്കില്ല. കാരണം പേര് തന്നെ കേൾക്കണം, വിറ്റാമിൻ E1 ടാബ്ലറ്റ്സ് ആണ് ഇതിൻ്റെ നെയിം. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിക്കുക, നമ്മൾ നന്നായിട്ട് തേക്കുക. ചൂടുവെള്ളത്തിൽ ഫേസ് നന്നായിട്ട് കഴിയുന്നതിന് ശേഷമാണ് ഇത് സാധനം തേക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ചൂടുവെള്ളം വെക്കുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ഉള്ളിലുള്ള അറകളൊക്കെ ഉണ്ട് തുറക്കും. അപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പം ആ വേസ്റ്റ് നമ്മുടെ വേർപ്പിൻ്റെ അങ്ങനത്തെ കുറേ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അത് നമുക്ക് പുറത്തു പോകും. അതിനെയാണ് ചൂടുവെള്ളം യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് തേക്കുകയാണെങ്കിൽ ആ അറകളിലോട്ട് ഈ മരുന്ന് ചെല്ലും. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞ് ചെറിയ ചെറിയ ചൊറിയുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് ചൊറിയാൻ തോന്നും, പക്ഷെ ചൊറിയരുത്, കടിച്ച് പിടിച്ചിരുന്നോണം. കാരണം ഇതങ്ങോട്ട് ചെല്ലുന്നതാണ് ഈ ചൊറിയുന്നതെന്നൊക്കെ തോന്നുന്നത്. ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് തേക്കുവാണെങ്കിൽ ഈ ചൊറിച്ചിലിന് ചെറിയൊരു കുറവുണ്ടാകും. കാരണം രോമത്തിനിടയിൽ കൂടെ കയറുന്നതാണ് ചൊറിച്ചിലിന് കാരണം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടിപൊളി സാധനം തന്നെയാണ്. ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും സമയമൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നോ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഷേവിങ്ങും റെഗുലർ ആക്കുക. അപ്പം അടിപൊളി സാധനമാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വേറെ കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ കണ്ടിട്ട് വല്ല തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ചാനലിൽ വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നേരെ ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക, വല്ല കമൻറ്റ് ഇടുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞങ്ങൾ അടിച്ച് പൊട്ടിച്ചേക്കുക, എന്നിട്ട് ഓളിലോട്ട് ഇടുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. ഒരു അടുത്ത അടിപൊളി വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ. ഞാൻ പോകുന്നു. ബൈ.